ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ്. അപ്പോൾ ഈ വാട്സപ്പ് പോലെ തന്നെയുള്ള ഒരു ചാറ്റിംഗ് പ്ലാറ്റ്ഫോം നമ്മളുടെ ഇന്ത്യയിൽ നിന്നും കൂടെ ഉണ്ടെങ്കിലോ? തീർച്ചയായിട്ടും അതിനൊരു ഉത്തരമായിട്ടാണ് റിലയൻസ് ജിയോ വീണ്ടും പുതിയൊരു മോഡിഫിക്കേഷനുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജിയോയുടെ കണക്ഷനൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും, നേരത്തെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷനായിരുന്നു ജിയോ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. പക്ഷേ അതിന് നേരത്തെ വലിയൊരു പോപ്പുലാരിറ്റി ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട്, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ എടുത്തുകൊണ്ട് ജിയോ വീണ്ടും ഈ ജിയോ ചാറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി, കണ്ടു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ അതേ കോപ്പി അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഒരു ക്ലോൺ ആണെന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ജിയോ ചാറ്റിനെ വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പം ഈ ഒരു ആപ്ലിക്കേഷന് ഒരു 2-3 ദിവസമായിട്ട് നല്ല രീതിയിൽ റേറ്റിങ്ങും കിട്ടുന്നുണ്ട്, നല്ല ഡൗൺലോഡ്സും കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ വാട്സപ്പിൽ നിന്ന് കുറച്ച് ആൾക്കാരെങ്കിലും ജിയോ ചാറ്റിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജിയോ ചാറ്റിനകത്ത് വാട്സപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. 1-2 ഫീച്ചേഴ്സ് കൂടുതലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ മൊബൈൽ സ്ക്രീനിലൂടെ എങ്ങനെയാണ് ജിയോ ചാറ്റ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിനകത്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ന്യൂസിൻ്റെ വീഡിയോസ് എല്ലാം ഫോണിൽ ഓൺ ദ സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് പോകാം. നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ജിയോ ചാറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം ഈ വരുന്നതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. ഇൻസ്റ്റാൾ കൊടുക്കുക. ജിയോ ചാറ്റ് ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. സെറ്റിംഗ് അപ്പ് യുവർ ജിയോ ചാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കൺട്രി നമുക്ക് ഇന്ത്യ എന്നുള്ളത് കൊടുക്കാം. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് നമ്മൾ വാട്സപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP കിട്ടും. ആ ഒരു OTP നമ്മളിവിടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കണം. നമ്മളുടെ കോൺടാക്റ്റിലോട്ടുള്ള ആക്സസ് ചോദിക്കുന്നുണ്ട്. അലോ കൊടുക്കുക. ഫോട്ടോസ്, വീഡിയോ, ഫയൽസ്, ഇതിൻ്റെ എല്ലാ ആക്സസ് വേണം. എന്നാന്ന് ചോദിച്ചാൽ വാട്സപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ അറിയാമല്ലോ, ഫയൽസൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ആക്സസ് എല്ലാം വേണം. അലോ കൊടുക്കുന്നു. വെരിഫിക്കേഷൻ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ആക്സസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ പേര് ചോദിക്കുന്നുണ്ട്. പേര് കറക്റ്റായിട്ട് കൊടുക്കുക. മെയിൽ എന്നുള്ളത് കൊടുത്തു. പ്രൊഫൈൽ പിക്ചർ ഇവിടുന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അലോ കൊടുക്കുക. നമ്മളുടെ ആൽബത്തിലേക്ക് വരുന്നു. മേളിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ക്രോപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ജിയോ ചാറ്റ് അക്കൗണ്ട് സെറ്റപ്പായി. ഈ ഒരു ചാറ്റിംഗ് ഇൻ്റർഫേസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും നമ്മളുടെ വാട്സപ്പിനെ പക്ക കോപ്പിയാണ്. അതായത് ആ കളറ് പോലും, ആ വിഷ്വൽ എഫക്റ്റ് പോലും കറക്റ്റ് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ക്യാമറയിലോട്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൻ്റെ താഴെയായിട്ടൊരു പ്ലസ് ഐക്കണുണ്ട്. ആ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ചാറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ ചാറ്റുണ്ട്, ഗ്രൂപ്പ് ചാറ്റുണ്ട്, ഇനി കോൺഫറൻസ്, വീഡിയോ കോൾ, കോൺഫറൻസൊക്കെ വെച്ചിട്ട് കോൾ ചെയ്യാനാണെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. വാട്സപ്പ് പോലെ തന്നെ. പിന്നെ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷന്, മ്യൂസിക്, കൾച്ചർ, ഫുഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്സ് ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ചാനൽസ് എന്നൊരു ഓപ്ഷനുണ്ട്. ചാനൽസ് എടുത്തു കഴിഞ്ഞാൽ കുറേ ചാനലുകളെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഫോളോ ചെയ്ത ചാനലുകളിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ സ്റ്റോറിയിലോട്ട് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അറിയാനും പറ്റും. നമുക്ക് സുഹൃത്തുക്കൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ വളരെ നല്ലൊരു ഇൻ്റർഫേസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ
ഏറ്റവും മേളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. വാട്സപ്പിലുള്ളതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻവൈറ്റ് ചെയ്യുന്നത് ഫ്രീ SMS, വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇമെയിൽ അതുവഴിയെല്ലാം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ QR കോഡിനെ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ. നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈലിൻ്റെ നെയിം മാറ്റാം. അതുപോലെ നമ്മുടെ മൂഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ ഇമോജീസൊക്കെ ഉണ്ട്. നമ്മൾ വാട്സപ്പിൽ ഉപയോഗിക്കുന്ന എബൌട്ട് സെക്ഷൻ പോലെ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. മൊബൈൽ നമ്പർ കാണിക്കും. പ്രൊഫൈൽ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ സ്റ്റിക്കർ സ്റ്റോർ ഉണ്ട്. വാട്സപ്പിനുള്ളതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് സ്റ്റിക്കറുകളെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് സെറ്റിങ്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് സെറ്റിങ്സ് ഉണ്ട്. ഈ ചാറ്റ് സെറ്റിങ്സിനുള്ളിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻസിൻ്റെ സൗണ്ട്, വൈബ്രേഷന്, ചാറ്റ് സൗണ്ട് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ചാറ്റ് സെറ്റിങ്സിനകത്താണ്. താഴെ ഷോ ലാസ്റ്റ് സീനിനെ ഓണാക്കി ഇടുവോ ഓഫാക്കി ഇടുവോ, റീഡ് റെസിപ്റ്റിനെ ഓണാക്കുകയും ഓഫാക്കുകയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ക വാട്സപ്പ് പോലെ തന്നെ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നതിനകത്ത് തീമിൻ്റെ കളർ മാറ്റാം, ചാറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം, ഫോൺ സൈസ് മാറ്റാം. അത് നോർമൽ, സ്മോള്, മീഡിയം, ലാർജ് അങ്ങനെയൊക്കെ വാട്സപ്പിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആ സെയിം തന്നെ. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്ക് അത് ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തതിനെ അൺബ്ലോക്ക് ആക്കാനായിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് അവിടെ തരുന്നത്. അക്കൗണ്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് അൺലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനായിരിക്കും ഉപയോഗിക്കുന്നത്. എബൌട്ട് സെക്ഷനകത്താണെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള അപ്ഡേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. FAQ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ അതിനെ ക്ലാരിഫൈ ചെയ്യാം. ഒത്തിരി പേര് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് വരുന്നതെന്നൊന്ന് നമുക്ക് കാണാമല്ലോ. ഇപ്പോൾ ഈ ഒരു ചാറ്റ് എടുത്തപ്പോഴത്തേക്കിന് കണ്ടില്ലേ, നമ്മുടെ വാട്സപ്പിൽ കാണിക്കുന്നത് പോലെ തന്നെ മെസ്സേജസ് ആർ ഫുള്ളി എൻക്രിപ്റ്റഡ് വന്നു. കോൾ ചെയ്യാനായിട്ടുള്ളത്, വീഡിയോ ചെയ്യാനായിട്ടുള്ളത്, ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പം ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ളത്, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട്, ചാറ്റ് ഇൻഫർമേഷൻ സെയിം. താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ അയക്കാനായിട്ടുള്ള ആ ഒരു സിമ്പിളുണ്ട്, അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സിമ്പിളുണ്ട്, ക്യാമറയിലേക്ക് പോകാനുള്ള സിമ്പിളുണ്ട്, സ്മൈലീസിൻ്റെ ഇമോജീസിൻ്റെ ഒക്കെ സിമ്പിളും കാണിക്കുന്നുണ്ട്. അപ്പോൾ പക്ക വാട്സപ്പ് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 2 എക്സ്ട്രാ ഫീച്ചർ വന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റോറീസ്, 2 ചാനൽ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിനകത്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിനകത്ത് നമുക്ക് 500 പേരെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. വാട്സപ്പിലാണെങ്കിൽ 257 പറ്റുള്ളൂ, ഇതിനകത്ത് 500 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുപോലെ കോൺഫറൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പേരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പിനകത്ത് ആൾക്കാരെ ആഡ് ചെയ്ത് വീഡിയോ കോളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.